നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 16 തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക, നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക. മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങി എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, പുതിയ മലയാള വർഷം 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി ഞായറാഴ്ച ദിവസം അഥവാ 2025 ഓഗസ്റ്റ് മാസം 17 തീയതി ഞായറാഴ്ച ദിവസം രോഹിണി നക്ഷത്ര ദിവസത്തിൽ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പൂജയിൽ പങ്കുചേരാം. ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലാണ് ഇന്ത്യയിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത്. അവിടെ പോയി പൂജ ചെയ്യുവാൻ നിർവാഹമില്ലാത്തവർക്ക് സമയം കൊണ്ടോ സമയം കിട്ടാത്തവർക്കോ അല്ലെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്തവർക്കോ ഒക്കെ ഈ പൂജയിൽ പങ്കുചേരാം. അപ്പോൾ മഹാദേവ സന്നിധിയിൽ ചെയ്യുന്നൊരു പൂജയാണ്. തീർച്ചയായിട്ടും പൂജയിൽ പങ്കുചേർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, സമൃദ്ധി, അതുപോലെ തന്നെ ജീവിത വിജയം, നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, ദാമ്പത്യ ജീവിതത്തിലെ അഭിവൃദ്ധി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേർന്ന് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷങ്ങൾ ഇല്ലാതായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉന്നമനവും ഉയർച്ചയും ഉണ്ടാകും. അതാണ് രാഹു കേതു ദോഷ നിവാരണ പൂജയുടെ പ്രത്യേകത. ഞാൻ എല്ലാ മാസവും കാളഹസ്തി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. വർഷങ്ങളായിട്ട് കാളഹസ്തി ക്ഷേത്രത്തിൽ മുടങ്ങാതെ പോകുന്നു. മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് രാഹു കേതു ദോഷ നിവാരണ പൂജയിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ജനന തീയതി, ജനിച്ച സമയം, സ്ഥലം, കൃത്യമായ മേൽവിലാസം എന്നിവ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ 1000 രൂപ പൂജയുടെ ചെലവിലേക്കായിട്ട് അയച്ചിടുക, സ്ക്രീൻഷോട്ട് ഇടുക. അപ്പോൾ ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിലേക്ക് പ്രിയപ്പെട്ടവർ അത് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് മാസം 16 തീയതി ശനിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് കർക്കിടക മാസം 31 തീയതിയാണ്. ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 25 തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:18, അസ്തമയം വൈകുന്നേരം 6:35. ഉദയാൽപരം തീയതി അഷ്ടമി തീയതിയാണ്. ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശനിയാഴ്ച രാവിലെ 6:07 മുതൽ ഞായറാഴ്ച പുലർച്ചെ 4:40 വരെ ഉണ്ടായിരിക്കും. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേകത, അതിന്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ ഇടവക്കൂറിലുമാണ്. അപ്പോൾ മേടക്കൂറിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:07 മുതൽ 12:07 വരെയുള്ള സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞു വെക്കുക. ഈ ശനിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്രം വരുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ കാർത്തിക നക്ഷത്രം നൽകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്ര പ്രകാരം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ: പൂരുരുട്ടാതി, രേവതി, ഉത്രാടം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി. ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണ്. നേട്ടങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ്. പൂരുരുട്ടാതി, രേവതി, ഉത്രാടം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി. ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്ര പ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ: ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:07 വരെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിന്നീട് തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക് 12:07 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:07 മുതലാണ് പ്രതികൂലവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുക. ചതയം, ഉത്രട്ടാതി, അശ്വതി എന്നീ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം രാവിലെ 6:07 മുതൽ ഞായറാഴ്ച പുലർച്ചെ 4:40 വരെയുള്ള സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:48 മുതൽ 9:18 വരെ നല്ല സമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ നല്ല സമയമാണ്.
പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ്. തീയതി 16 സംഖ്യയാക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർ ശ്രദ്ധിക്കുക. പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പരിഹാരം ചെയ്യുക. പരിഹാരം എന്ന് പറഞ്ഞാൽ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ O, Z എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് പറയുന്നു. ഇനി ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ഈ തീയതികളിൽ ജനിച്ചവർ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വസ്ത്രങ്ങൾ ധരിക്കുന്നതോടൊപ്പം പേരിൽ O, Z എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ വരും. ഇനി പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കുന്നതെങ്കിൽ, പേരിൽ അക്ഷരങ്ങൾ ഇല്ല എങ്കിൽ സാമാന്യ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും. പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക, ധനം കൈകാര്യം ചെയ്താൽ ഏതൊക്കെ നാളുകാർ അന്നേ ദിവസം വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഭരണി, കേട്ട, ഉത്രാടം, ചതയം, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, രേവതി, കാർത്തിക ഇത്രയും നാളുകാർ ധനവിഷയങ്ങളിൽ ശനിയാഴ്ച ദിവസം ഏർപ്പെട്ടാൽ ആ ധനപരമായ കാര്യങ്ങളിൽ അവർ വിജയിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭരണി, കേട്ട, ഉത്രാടം, ചതയം, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, രേവതി, കാർത്തിക ഇത്രയും നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുക, കൂടുതൽ നേട്ടങ്ങൾ ധനപരമായിട്ട് ഉണ്ടാകുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ധനം കൊണ്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് ഒറ്റ വാക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ധനവിഷയത്തിൽ ഏർപ്പെട്ടാൽ വിജയിക്കും. കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റും. പുതിയ വായ്പകളൊക്കെ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റും. ധനപരമായിട്ടുള്ള ഏത് വിഷയവും കൈകാര്യം ചെയ്താൽ അവർ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, കർക്കിടക മാസം 1200-ാം ആണ്ട് കർക്കിടക മാസം ശനിയാഴ്ച ദിവസം കൊണ്ട് തീരുകയാണ്. പിന്നീട് പുതിയൊരു മലയാള വർഷം ആരംഭിക്കുകയാണ്. പുതിയൊരു മലയാള വർഷത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഉന്നമനം ഉണ്ടാകട്ടെ, തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറട്ടെ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം ഉണ്ടാകട്ടെ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി ഒത്തൊരുമയോടെ സന്തോഷത്തോടുകൂടി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മഹാദേവനാൽ സാധിക്കട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരുടെ എല്ലാ വിഷയങ്ങളും മഹാദേവ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ വീഡിയോ കാണുന്ന, ഈ ചാനൽ കൂടി എന്നെ എന്നും കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. നിത്യവും അവരുടെ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് അവരെ കരകയറ്റണം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണം. കടബാധ്യതകൾ ഭാരപ്പെടുന്നവരുണ്ട്, അവരുടെ ജീവിത സാഹചര്യത്തെ മഹാദേവൻ അനുഗ്രഹിക്കണം. കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാൻ സഹായിക്കണം. നിക്കക്കളിയില്ലാത്ത കടബാധ്യതയാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മഹാദേവൻ എങ്ങനെയെങ്കിലും ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്കുള്ളൊരു വഴി മഹാദേവൻ കൊടുക്കണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ എപ്പോഴും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മഹാദേവ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ വീഡിയോ കാണുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവനെ അനുഗ്രഹിക്കണമേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നന്ദി, നമസ്കാരത്തോട് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.